ഇനിയൊരു ജന്മമില്ലാത്ത വിധം പുറത്തു പോകുന്ന ജീവനോടൊപ്പം സൂക്ഷ്മ ശരീരത്തിൽ എന്തെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്? ഇനിയൊരു ജന്മമില്ലാത്ത വിധം ജീവൻ പുറത്തു പോകുന്നില്ല. ന തസ്യ പ്രാണാഹ ഉത്ക്രാമന്തി. വേദം പറയുകയാണ്, അവന്റെ പ്രാണങ്ങൾ ഉത്ക്രമിക്കുന്നില്ല, കഴിഞ്ഞു. ഗതാ കലാഹ, കലകളെല്ലാം പോയി മറഞ്ഞു, എങ്ങോട്ടും പോണില്ല. പോയാൽ തിരിച്ചു വരണം. അപ്പോൾ പോയാൽ ഇനിയൊരു ജന്മം ഇല്ലാത്ത വിധമല്ല പോവുക. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ സ്പഷ്ടമായി പറയുന്നത്, ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച. ജനിച്ചവന് മരണം ഉറപ്പാണ്, മരിച്ചവന് ജനനം ഉറപ്പാണ്. അതുകൊണ്ട് പോയാൽ തിരിച്ചു വന്നേ മതിയാവും. പോണവരൊക്കെ വരും, ഇല്ലേ? ഞാൻ പോവാന്ന് പറഞ്ഞ് പോയി കാട്ടും കാണാൻ തിരിച്ചു വരണം. എന്താ വന്നത്? നീ അല്ലേ പോയത്? പോയി സ്വാമി, വരാൻ തോന്നി, അതുകൊണ്ട് വന്നു. അത്രേ ഉള്ളൂ. പോയവരൊക്കെ വരും, വന്നവരൊക്കെ പോവുകയും ചെയ്യും. എന്നാൽ ഇഹൈവ തൈർജിത സർഗ യേഷാം സാമ്യേ സ്ഥിതം മനഃ. യേഷാം മനഃ സാമ്യേ ബ്രഹ്മണി സ്ഥിതം. അവരിവിടെ തന്നെ ജന്മത്തെ അതിക്രമിച്ചിരിക്കുക. ജന്മത്തെ അതിക്രമിച്ചവർ പോവോ? അതുകൊണ്ടാണ് ഉപനിഷത്ത് പറയുന്നത്, ന തസ്യ പ്രാണാഹ ഉത്ക്രാമന്തി. അവരുടെ പ്രാണങ്ങൾ ഉത്ക്രമിക്കുന്നില്ല. ഉദാനന് പണിയില്ല, ഉദാനന്റെ പണി പോയി. എല്ലാം അതാത് സ്ഥലത്ത് വിലയിച്ചു. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഒന്നും ഉൾപ്പെടണില്ല. പോയാലല്ലേ വേണ്ടു. പോയവരൊക്കെ വരും. പുനർജന്മ സാധ്യതയോടുകൂടി പുറത്തു പോകുന്ന 19 ഘടകങ്ങളുണ്ടെന്നും 14 ഘടകങ്ങളാണെന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പുനർജന്മ സാധ്യതയോടുകൂടി പുറത്തു പോകുന്ന 19 ഘടകങ്ങൾ ഉണ്ടെന്നും, ഈ 19 ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി എന്നിവയിൽ ഉൾപ്പെടുത്താതെ അല്ലെങ്കിൽ അന്തർഭവിപ്പിക്കാതെ ചിത്തത്തെയും അഹങ്കാരത്തെയും പറയുമ്പോഴാണ് 19 എന്ന് പറയുന്നത്. അതായത് ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, പ്രാണങ്ങൾ 5, 15, മനസ്സ്, ബുദ്ധി, ഇതാണ് 17 ഘടകങ്ങൾ. അങ്ങനെ നമ്മൾ പറയുമ്പോൾ ചിത്തത്തെ മനസ്സിലും അഹങ്കാരത്തെ ബുദ്ധിയിലും അന്തർഭവിപ്പിക്കും. അങ്ങനെ അന്തർഭവിപ്പിക്കാതെ പറഞ്ഞാൽ 19 ആണ്. അങ്ങനെയാണ് ഈ 19 എന്ന് പറയുന്നത്. ചിലർ 14 എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? അത് പറയാം. അത് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നിവ മാത്രമാണ്. അപ്പൊ എന്തുകൊണ്ട് പ്രാണങ്ങളെ പറയുന്നില്ല? അവിടെ പ്രാണങ്ങള്, പ്രാണ അപാന സമാന വ്യാനന്മാര് വൃത്തിവിശേഷങ്ങളെ പരിത്യജിച്ച് ഉദാന വായുവിൽ ഏകീഭവിച്ചു. ആ ഉദാനൻ കൊണ്ടോന്നാളാ. അതുകൊണ്ട് അയാളെ പറയുന്നില്ല. മനസ്സിലായില്ല? ആ 14 എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കുക, അവിടെ ഉദാനനെ കൂട്ടാണ്ടാണ് പറയണത്. ഉദാനൻ കൊണ്ടോണാളാ. അവ ആരൊക്കെയാ പോണത്? 14 പേര് ഉദാനന്റെ കൂടെ പോകുന്നു എന്നാണ് അവർ പറയണത്. എങ്ങനെ പറഞ്ഞാലും തർക്കമില്ലാണ്ട് ഒപ്പിക്കുക നമ്മൾ വേണ്ടത്. വിരുദ്ധത ഇല്ലാതെ പരിഹരിക്കുക. പരകായ പ്രവേശാർത്ഥം പുറത്തു പോകുന്ന ജീവനോടൊപ്പം ഏതെല്ലാം ഘടകങ്ങൾ ഉൾപ്പെടും? എനിക്കറിയില്ലേ. അറിയാത്ത വിഷയമാണ്. ഇത് പുറത്തു പോക്കാണിപ്പോ. 5ാം വിഭാഗം ഇന്നല്ല, ഇന്നലെയാ. അത് സമാധാനം. ഇന്നിപ്പോ പേരൊന്നും വിളിച്ചിട്ടില്ല, സമയമില്ല, സമയം കുറച്ച് വൈകി നമ്മൾ. അപ്പൊ എത്ര പേര് പുറത്തു പോയി എന്നറിയാം. യോഗയിൽ ശവാസനത്തിൽ കിടക്കുന്നയാളിൽ നിന്ന് ഈ ജീവനോടൊപ്പം ഏതെല്ലാം ഘടകങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? ഭഗവാനെ, ശവാസനത്തിൽ കിടക്കുമ്പോൾ ഒരു ആളും പോയിട്ടില്ല. പോയാൽ പിന്നെ ശവാസനമല്ല, ശവം തന്നെയാവും. പിന്നെ അത് ആസനമല്ല. ആസനം ജാഗ്രത അവസ്ഥയിലാ, ആരും പോണില്ല. ശവാസനത്തിൽ ആരും പോണില്ല. കാരണം ആസനമാണത്. ആസനം എവിടെ ചെയ്യണതാ? ജാഗ്രത അവസ്ഥയിൽ ചെയ്യുന്നതാ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.